ചില പ്രശ്നം എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്നയെക്കുറിച്ചാണ്. അതായത് ഈശോയുടെ പരിച്ഛേദനത്തിനുള്ള സമയമായപ്പോൾ മറിയവും യോസേപ്പിതാവും ഈശോ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിക്കുന്നു, കാഴ്ചവെക്കുന്നു. അപ്പോൾ ശിമയോൻ എന്ന് പറയുന്ന പ്രവാചകൻ വന്നിട്ട് ഈശോയെ കൈകളിൽ എടുത്തുകൊണ്ട് നടത്തുന്ന പ്രവചനം, അതിനുശേഷമുള്ള ആ ഭാഗമാണ് സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായിരുന്ന 84 വയസ്സ് പ്രായമായിരുന്ന വിധവയായിരുന്ന സ്ത്രീ ദേവാലയത്തിൽ താമസിച്ചിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് കണ്ട്, അതായത് ശിമയോൻ ഈശോയെ കൈകളിലെടുത്ത് പ്രവചനമൊക്കെ നടത്തുന്നത് കണ്ടിട്ട് ഈ അന്ന എന്ന് പറയുന്ന പ്രവാചിക മുന്നോട്ട് വരുന്നു. അപ്പോൾ മുന്നോട്ട് വന്ന് ദൈവത്തെ വണങ്ങുകയും ശിശുവിനെ കുറിച്ച് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. 2 കാര്യങ്ങളാണ് അന്ന പ്രവാചിക ചെയ്തത്. മുന്നോട്ട് വന്ന് ശിശുവിനെ വണങ്ങുകയും എല്ലാവരോടും ഈ ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഈ വർഷ അവസാനത്തിലെത്തിയിരിക്കുമ്പോൾ ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങളെ കുറിച്ചാണ് സുവിശേഷഭാഗം നമ്മളോട് പറയുന്നത്. ഒന്നെന്താണ്? ദൈവത്തെ വണങ്ങുക. 2, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക. അല്ലേ? ഈ കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ വണങ്ങി ദൈവത്തെ ആരാധിച്ച് ഇനിയുള്ള മുന്നോട്ടുള്ള കാലങ്ങളിൽ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ അന്ന നമ്മൾ ഉദ്ബോധിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.